സത്തർക്ക ഒരാഴ്ചയും കൂടിയാണ് നിങ്ങളെ മോളെ കല്യാണത്തിനുള്ളൂ. നമുക്ക് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യണ്ടേ അല്ലേ? അതെ അതെ അതെ, ഒരാഴ്ചയല്ലേ ബാക്കിയുള്ളൂ. എൻ്റെ സ്ഥിതിയൊക്കെ നമുക്ക് അറിയാമല്ലോ. അതെങ്ങനെയെങ്കിലും ഒന്ന് ഭംഗിയായിട്ട് കഴിച്ചു കൂട്ടി തരണം ചെറിയ രീതിയിൽ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളെ നാട്ടുകാടുപ്പനുസരിച്ച് ഒരു 5-6 ദിവസം കല്യാണം ഇപ്പം എല്ലായിടത്തുള്ളു. പക്ഷെ നമുക്കൊരു 3 ദിവസമെങ്കിലും കഴിക്കണ്ടേ? ശരിക്കും 3 ദിവസം പോരാ, ഒരു 4 ദിവസമെങ്കിലും വേണം. മഞ്ഞക്കല്യാണം, മൈലാഞ്ചി കല്യാണം, എല്ലാ പരിപാടിയിലും ഇപ്പോ അത് ശരിയാ. പക്ഷെ എന്നാ അങ്ങനെയാണ്ട് ഒരു 4 ദിവസം പോകണം. അറബിക് നൈറ്റും ഉണ്ടാകില്ല അവർക്ക്. ഇതെല്ലാം നാട്ടിലെല്ലാം ഇപ്പൊ ഇതെല്ലാം ഉണ്ട്. നമ്മളായിട്ട് എന്താണ് കുറയ്ക്കുന്നത്? എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിൽ നമുക്കിത് കല്യാണം ഭംഗിയാക്കി കഴിക്കണോ? നമുക്കൊരു 3-4 ദിവസത്തെ പരിപാടിയൊക്കെ വേണോ? നമുക്ക് ചെറിയ രീതിയിൽ പോരെ? നിങ്ങളെന്നാ പറയുന്നത്? ഇവിടെ ഇപ്പൊ നാട്ടിലല്ലേ 7 ദിവസമല്ല പരിപാടി. പിന്നെ ഇത് ഏറ്റവും ചുരുക്കിയിട്ടാ പറഞ്ഞ 4 ദിവസം. നമ്മളെ ഫുഡിന്റെ ഒക്കെ കാര്യം എങ്ങനെയാണ്? ഫുഡൊക്കെ എന്തായാലും നമുക്ക് ആദ്യത്തെ ദിവസം മന്തിയും ഹൈദരാബാദി ഫുഡ്. ആദ്യത്തെ ദിവസം ആയിക്കോട്ടെ. പക്ഷെ 2ാമത്തെ ദിവസം ഉണ്ടല്ലോ, നമുക്ക് കബ്സ വേണം, പിന്നെ ചിക്കൻ മധുബൂത്ത് വേണം, പിന്നെ അരീസ്യം വെക്കണം. പിന്നെ 3ാമത്തെ ദിവസം എന്ന് വെച്ചാൽ പിയാപ്പിള് വരുന്ന ദിവസം. അത് നമ്മൾ തീരെ മോശാക്കരുത്. എന്നാൽ ആവോലി പൊള്ളിച്ച വേണം, പിന്നെ അയക്കൂറ വേണം, പിന്നെ 3 തരം ചോറ്, പിന്നെ പുഡിങ്, ഒരു ഫ്രൂട്ട് സലാഡ്, പിന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ടേബിൾ മേൽ കംപ്ലീറ്റ് ഫ്രൂട്ട്സും വെച്ചിട്ടുള്ള അത് നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഏറ്റവും ചെറുതായി പറയുന്നത്, ഈ നാട്ടിൽ നടക്കുന്നതിൽ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ പറഞ്ഞത്. ചില സ്ഥലത്തെല്ലാം ഫുള്ളായിട്ട് ആടിന് വെക്കുന്നുണ്ട്. അത് ഞാൻ ഇന്ന് ഒഴിവാക്കുക. നിങ്ങൾക്ക് നമ്മളിത് പൈസ ഇല്ലാന്ന് വിചാരിച്ച ആൾക്കാരുടെ മുന്നിൽ നമ്മളൊരു കുറവും കാണും. അതെ അതെ, മോശാക്കരുത്. നിങ്ങൾക്ക് നാട്ടിലെ അവസ്ഥകളെ പറ്റി അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ മോനോട് ചോദിക്കും, ഓൻ പറഞ്ഞു തരും എന്താ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. ഞാളൊരു 4 ദിവസം ഇത്ര എന്നെക്കൊണ്ട് താങ്ങല. അല്ല വാപ്പ, നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? നമ്മൾ 30 കൊല്ലങ്ങൾ ഗൾഫിൽ നിന്നിട്ട് നമ്മളൊരു കല്യാണം വന്നപ്പോൾ നിങ്ങൾ പറയുന്ന വർത്താനം ഇത്? ഞാൻ അഷ്റഫ് ഖാന്റെ മോളെ കല്യാണം അത് 8 ദിവസം അടുത്ത കല്യാണം നടന്നത്. എന്നിട്ട് നമ്മളൊരാവശ്യം വന്ന് നിങ്ങൾ പറയുന്നത് ഓരോരുത്തർ 10-15 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഇവിടെ വന്ന് വലിയ പോരയും ഗംഭീര കല്യാണവും കാര്യങ്ങളൊക്കെ നടത്തുന്നു. നിങ്ങൾ ഈ 30 കൊല്ലാണെങ്കിൽ എന്ത് തേങ്ങ ഉണ്ടാക്കി? നിങ്ങൾ ഇത്ര ആർഭാടായിട്ട് നടത്താനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല. സാമ്പത്തികം നിങ്ങൾ ബേജാറാണ്ട. സഹകരണ ബാങ്കിലെ മാനേജർ എൻ്റെ സ്വന്തം ആളാണ്. ഞാനാണ് വിളിച്ചു പറയാ. നിങ്ങൾ വീടിൻ്റെ ആധാരമായിട്ട് അങ്ങ് പോയാൽ മതി. ബാക്കിയെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞോളൂ. അത് നിങ്ങൾ ബേജാറാകാൻ വേണ്ട. എന്നാ പിന്നെ നമ്മൾ ഈ പറഞ്ഞവരെല്ലാം തീരുമാനിക്കുക. എന്താ? അതാണല്ലേ. പിന്നെ നിങ്ങളെ പറഞ്ഞ പോലൊക്കെ നടക്കട്ടെ. എന്നാ പിന്നെ നമ്മൾ ഇറങ്ങിയല്ലേ? നാളെ വന്ന ബാങ്കിൽ നിന്ന് കാണാം. ബാങ്കിലേക്ക് അത് പോയിട്ടെ. നമ്മൾ സത്താർക്കല്ല കിടക്കുന്നേ. എന്താ ഇവിടെ കിടക്കുന്നേ? സത്താർക്ക, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നേ? സത്താർക്ക, നിങ്ങൾ എല്ലാം കൂടി എൻ്റെ മോളൊരു കല്യാണം നടത്തി തന്നിക്കില്ലേനോ? അങ്ങനെ എൻ്റെ പുരയും സ്ഥലമൊക്കെ ബാങ്കുകാർ കൊണ്ടുപോയി. ഇപ്പം എവിടെയാണ് കിടക്കുന്നത്? ഞാൻ എൻ്റെ കടത്ത ഇപ്പം എവിടെയാണ്? ശരിയാ സത്താർക്ക്. എന്നാ പിന്നെ ആള് പോവാന്നേ. നമുക്ക് പോവല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്താ പരിപാടി? നമുക്ക് പോക്കർക്കാൻ്റെ മോളെ കല്യാണം അടുത്താഴ്ച. നമുക്ക് അത് ഉഷാറാക്കേണ്ട പറ്റി. അങ്ങോട്ട് പോയാലോ? അതല്ല, നമ്മൾ അങ്ങോട്ട് പോകാം.